ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ എല്ലാ ദിവസത്തെയും പോലെ ഇന്നും കിച്ചണിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ മൂന്നാമത്തെ നോമ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വേഗം കിച്ചണിലൊക്കെ കയറി ഞാൻ ഫസ്റ്റ് തന്നെ ചിക്കൻ കറി ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് ചിക്കൻ കറി അങ്ങോട്ട് ആവുമ്പോഴത്തേനും സിസ്റ്റർ എന്ന് പറഞ്ഞു ഒരു സമൂസ ഉണ്ടാക്കണം. അപ്പം നമ്മുടെ വീട്ടിൽ സമൂസ ഷീറ്റ് കഴിഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ സിസ്റ്റർ മൈദ ഒക്കെ വെച്ചിട്ട് ഒരു സമൂസ ഷീറ്റ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഞാൻ കണ്ടപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്തു. അപ്പോൾ നിങ്ങളും ഇതുപോലെ വീട്ടിൽ സമൂസ ഷീറ്റൊക്കെ തയ്യാറാക്കലുണ്ടോ? ഞങ്ങളിവിടെ ഇങ്ങനെ നമ്മുടെ സമൂസ ഷീറ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് കേട്ടോ തയ്യാറാക്കണത്. അപ്പോൾ പിന്നെ വേഗം അതൊക്കെ തയ്യാറാക്കിയതിന് ശേഷം പിന്നെ അതൊക്കെ ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന അതേപോലെ തന്നെയാണ് കേട്ടോ. ടേസ്റ്റിൽ വ്യത്യാസവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ സമൂസയ്ക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ നമ്മൾ സമൂസയ്ക്ക് ഉള്ളിൽ നമ്മൾ ഫില്ലിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ സമൂസയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ പിന്നെ അതൊക്കെ മുന്നേ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ചിക്കൻ്റെ ഗ്രേവികളൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ മടക്കിയതിന് ശേഷം പിന്നെ നമുക്ക് നല്ല ലെയറായിട്ട് കിട്ടും കേട്ടോ. പിന്നെ ടാറ്റ നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വേവിച്ചെടുത്തു. പിന്നെ നമ്മൾ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ഇങ്ങനെ എടുത്തു കേട്ടോ. പിന്നെ അതിന് ശേഷം പിന്നെ നമ്മൾ മുന്നേ നമ്മൾ ചിക്കനൊക്കെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് നമ്മൾ പൊട്ടാറ്റോ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഉടച്ചു കൊടുത്തു കേട്ടോ. അതിന് ശേഷം നമ്മൾ ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് സബോളയും കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു കേട്ടോ. അതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റി കൊടുത്തു കേട്ടോ. അപ്പോൾ ഒരുവിധം ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നതിന് ശേഷം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ അതൊരു നന്നായിട്ട് ഒരു മുരിഞ്ഞ് വരുന്ന ടൈമിൽ പിന്നെ നമുക്ക് അതിലേക്ക് മുളക് പൊടിയും ഗരം പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഓരോന്നങ്ങനെ അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ നമ്മൾ ഞങ്ങളിങ്ങനെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കലുണ്ട് കേട്ടോ. സമൂസ ഷീറ്റിലും ഉണ്ടാക്കലുണ്ട്. ഇങ്ങനെ നമ്മൾ സമൂസ ഷീറ്റ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കലുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ നമ്മുടെ ചിക്കനും പൊട്ടാറ്റോ ഒക്കെ നന്നായിട്ട് നമ്മളവിടെ സെറ്റാക്കി വെച്ചതൊക്കെ അതിലേക്ക് അങ്ങോട്ട് കൊട്ടി കൊടുത്തു കേട്ടോ. പിന്നെ നമ്മൾ മല്ലിയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കി സെറ്റാക്കി കൊടുത്തു. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം പിന്നെ നമ്മളതൊന്ന് ഇറക്കി വെച്ചു കേട്ടോ. പിന്നെ സമൂസ ഉണ്ടാക്കാൻ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ സമൂസ ഷീറ്റൊക്കെ എടുത്ത് മടക്കി അതിലേക്ക് നമ്മൾ നമ്മുടെ മസാലയും ചിക്കൻ മസാല അതൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. ആ ഗ്രേവിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളത് മടക്കി വെച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ട് അവിടെ ഓരോന്നായിട്ട് വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ നിങ്ങളും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ സമൂസയുടെ പണിയൊക്കെ ഞങ്ങളുടെ അങ്ങനെ ഫസ്റ്റ് കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ അത് മൊത്തം കംപ്ലീറ്റ് ആക്കി വെച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ സമൂസ കണ്ടോ, ഇത്രയും സമൂസ നമ്മൾ ഉണ്ടാക്കിയെടുത്തു. പിന്നെ അതിന് ശേഷം സിസ്റ്റർ വേഗം പോയിട്ട് ചപ്പാത്തിക്കൊക്കെ കുറച്ച് പരത്തുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും ഞാൻ വേഗം എണ്ണക്കടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ നമ്മൾ പഴംപൊരിക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ പഴംപൊരിയൊക്കെ ആദ്യം തന്നെ ഉണ്ടാക്കിയെടുത്തു. പിന്നെ നമുക്ക് ആ എണ്ണയിൽ തന്നെ പിന്നെ പഴംപൊരി ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ നമുക്ക് ആ എണ്ണയിൽ തന്നെ നമ്മുടെ സമൂസയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മുടെ പഴംപൊരിക്കായി റെഡി ആക്കി കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ സമൂസ ഓരോന്നാക്കി അതിലിട്ട് കൊടുത്തു കേട്ടോ. പിന്നെ അത് നന്നായിട്ട് മുരിഞ്ഞ് വരുന്ന ടൈമിൽ പിന്നെ നമ്മളത് മറിച്ചിട്ട് കൊടുത്തു. അപ്പം നമ്മുടെ സമൂസ അങ്ങനെ റെഡിയായി വരുന്നുണ്ട് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റുമാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മളത് ഇങ്ങനെ ഓരോന്ന് അങ്ങനെ ഇട്ട് കൊടുത്തു. അങ്ങനെ അത് റെഡി ആയിട്ടോ. അപ്പം ഇത് നമ്മൾക്ക് കുറേ ടൈമൊന്നും വേണ്ടിട്ടത് പെട്ടെന്ന് ഈ പണി നമ്മുടെ കഴിയും കേട്ടോ. അപ്പോൾ ഭയങ്കര എളുപ്പമാണ് കേട്ടോ അതൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം നമ്മൾ ഉണ്ടാക്കി ഓരോന്നായിട്ട് ഉണ്ടാക്കി വെച്ചു കേട്ടോ. പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് എനിക്ക് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് പിന്നെ കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചു കേട്ടോ. പിന്നെ അപ്പോഴത്തേനും നമ്മുടെ ബാങ്ക് കൊടുക്കാനൊക്കെ ആയപ്പോൾ നമ്മൾ ടേബിളിൻ്റെ മുകളിലേക്കൊക്കെ സെറ്റാക്കി വെച്ചു കേട്ടോ. അപ്പോൾ അതിന് ശേഷം പിന്നെ ബാങ്ക് കൊടുത്തു. അപ്പോൾ പിന്നെ എല്ലാവരും കൂടി ഇരുന്നിട്ട് നമ്മൾ നോമ്പ് തുറക്കുകയാണ് കേട്ടോ.
പിന്നെ നമ്മൾ ഓരോ എണ്ണക്കടിയും ഫ്രൂട്ട്സും അങ്ങനെയൊക്കെ എടുത്ത് കഴിച്ചു. പിന്നെ നമ്മൾ അതൊക്കെ എടുത്ത് കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ചായക്ക് ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും കമൻറ്റും ലൈക്കും ഷെയറൊക്കെ ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരാം. ബായ്.